അങ്ങനെ പഞ്ചാബ് കിങ്സും തോറ്റിരിക്കുന്നു. എല്ലാവരെയും ഞെട്ടിച്ച് അൺബീറ്റൻ റണ്ണിനിടയിലെ ചെറിയൊരു കിതുപ്പ്. 200 മുകളിൽ സ്കോർ പടുത്തുയർത്തിയിട്ടും പരാജയപ്പെടുന്നതിൻ്റെ കൈപ്പിനീറങ്ങനെ പഞ്ചാബ് കിങ്സും അറിഞ്ഞിരിക്കുന്നു. ജയ്സോളിനും വൈഭവ് സൂര്യവംശിക്കും ഫെറേറക്കും ശുഭൻ ദുബക്കും സന്തോഷിക്കാം. കാരണം നിങ്ങൾ തോൽപ്പിച്ചത് ഈ സീസണിലെ മികച്ചൊരു ചേസിംഗ് സംഘത്തെയാണ്, മികച്ചൊരു ബാലൻസിംഗ് ടീമിനെയാണ്. ടീം ഗെയിം കളിക്കുന്ന പഞ്ചാബിനെ അതേ ടീം ഗെയിം കൊണ്ട് തന്നെ രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നു. പഞ്ചാബിന് ഇതൊരു തിരിച്ചടിയൊന്നുമല്ല, ചെറിയൊരു വാണിംഗ് മാത്രം. സീസൺ പാതി പിന്നിടുമ്പോൾ ശ്രേയസ് അയ്യർക്കും റിക്കി പോണ്ടിങ്ങിനുമുള്ള കൃത്യമായൊരു മെസ്സേജ്. മുള്ളൻപൂർ PCA സ്റ്റേഡിയത്തിൽ 222 റൺസ് എന്നത് മികച്ചൊരു ടീം ടോട്ടൽ തന്നെയാണ്. എന്നാൽ മികച്ച ബാറ്റിംഗ് ട്രാക്കായി ഇവിടെ നേരത്തെ ലക്നൌവിനെതിരെ പഞ്ചാബ് 254 റൺസ് അടിച്ചെടുത്തിരുന്നു. ആ മത്സരത്തിൽ ജയം പഞ്ചാബിനായിരുന്നു. സീസണിൽ ഇത് രണ്ടാമതാണ് ശ്രേയസും സംഘവും ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. മുൻ മത്സരങ്ങളിലെ ചേസിംഗ് അനുഭവം മുന്നിലുള്ള റിയാൻ പരാഗിന് ടോസ് നേടിയ ഉടനെ പഞ്ചാബിനെ ബാറ്റിങ്ങിന് അയക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നതേയില്ല. ലക്നൌവിനെതിരെ ഉയർത്തിയ സ്കോറിനേക്കാൾ 25-30 റൺസിൻ്റെ കുറവുണ്ടായെങ്കിലും ബോളർമാരെ വെച്ച് അത് മറികടക്കാമെന്നായിരുന്നു പഞ്ചാബിൻ്റെ ലക്ഷ്യം. എന്നാൽ വൈഭവ് സൂര്യവംശിലൂടെ രാജസ്ഥാൻ്റെ കൗണ്ടർ അറ്റാക്കാണ് പിന്നീട് കണ്ടത്. ചേസിംഗിൽ പഞ്ചാബിൻ്റെ അതേ ഇൻറ്റൻറ്റിലായിരുന്നു രാജസ്ഥാൻ്റെ ബാറ്റിംഗ്. ഫിയർലെസ് ബാറ്റിംഗുമായി വൈഭവ് ആദ്യം തിരികൊളുത്തി. അതോടെ 3 ഓവറിൽ തന്നെ രാജസ്ഥാൻ 50 കടന്നു. സൂര്യവംശി മടങ്ങിയതോടെ ജയ്സൽ ആ ദൗത്യം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ഇതോടെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് 84 റൺസ്. ചേസിംഗ് ടീമിനെ സംബന്ധിച്ച് ഡ്രീം സ്റ്റാർട്ടാണത്. ലെഗ് സ്പിന്നർ ഹർപ്രീത് ബാർ പഞ്ചാബിനായി മികച്ച എക്കോണമിയിൽ പന്തെറിഞ്ഞെങ്കിലും മറ്റു ബോളർമാരെ ടാർഗറ്റ് ചെയ്ത് രാജസ്ഥാൻ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. ധ്രുവ് ജുറേലും റയാൻ പരാഗും വീണ്ടും നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ജയ്സോൾ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നതും കണ്ടു. ഒടുവിൽ ദക്ഷിണാഫ്രിക്കൻ താരം ഡൊണോവൻ ഫെരേരയും ഇമ്പാക്റ്റ് പ്ലെയർ ശുഭൻ ദുബയും ഫിനിഷിംഗ് ടച്ചുമായി തിളങ്ങിയതോടെ പഞ്ചാബിന് മുകളിൽ രാജസ്ഥാൻ കൊടി പാറിപ്പറന്നു. രാജസ്ഥാന്റെ ജയത്തിനേക്കാൾ പഞ്ചാബ് തോറ്റു എന്നതായിരുന്നു ഇന്നലത്തെ ഹൈലൈറ്റ്. പഞ്ചാബിനെതിരായ ജയം രാജസ്ഥാനും വലിയ കോൺഫിഡൻസാണ് നൽകിയത്. പോയിന്റ് ടേബിളിൽ 4-ൽ നിന്ന് 3-ലേക്ക് മുന്നേറാനും മുൻ ചാമ്പ്യന്മാർക്കായി. എന്തുപറ്റി അർഷദീപ് സിംഗിന്? പോയ ദിനം ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ആരാധകരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. പഞ്ചാബിൻ്റെ പ്രീമിയം പേസർ ഇന്നലെ 4 ഓവറിൽ കൺസീഡ് ചെയ്തത് 68 റൺസായിരുന്നു. സീസണിലെ ഏറ്റവും മോശം പെർഫോമൻസ്. ഇക്കണോമി 17. കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിൽ കളിച്ച താരം സീസൺ ആദ്യ പകുതി പിന്നിടുമ്പോൾ ആവറേജിലേക്ക് മാത്രം ഒതുങ്ങുന്ന അവസ്ഥ. സേവിയർ ബാത്ലേറ്റിന് പകരമെത്തിയ ലോക്കി ഫെർഗ്യൂസണും നിലം തൊടാനായില്ല. ഇക്കണോമി 14 മുകളിൽ. മാർക്കോ യാൻസന്റെ ഇക്കണോമിയും 12 മുകളിലാണ്. 3 പേസർമാരും ഒരേപോലെ നിരാശപ്പെടുത്തിയതോടെ പഞ്ചാബിന്റെ വിധി തീരുമാനമായി. റിയാലിറ്റി ചെക്ക്. രാജസ്ഥാനെതിരായ തോൽവിക്ക് പിന്നാലെ പഞ്ചാബ് ബൗളിംഗ് പരിശീലകൻ ജെയിംസ് ഹോപ്പിന്റെ വാക്കുകൾ ഇതായിരുന്നു. പഞ്ചാബിനെ കണ്ണു തുറക്കാനുള്ള അവസരമാണ് ഈ തോൽവി എന്നായിരുന്നു പീയൂഷ് ചൗള പറഞ്ഞത്. നിലവിൽ അർഷദീപ് സിംഗിന്റെ ഫോം തന്നെയാണ് പഞ്ചാബ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഇതുവരെ 8 വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ 20ാം സ്ഥാനത്ത്. സീസണിലെ ശരാശരി ഇക്കണോമി 10-ന് മുകളിൽ. ഇനി ഇന്നലത്തെ മത്സരം മാത്രം എടുക്കാം. പവർ പ്ലേയിൽ 2 ഓവറിൽ വഴങ്ങിയത് 15-22 റൺസുകളാണ്. 15ാം ഓവറിൽ 14-ഉം 18ാം ഓവറിൽ 17 റൺസും കൺസീഡ് ചെയ്തു. മുമ്പ് പവർ പ്ലേയിൽ അടികിട്ടിയാലും ഡെത്ത് ഓവറിൽ അർഷദീപ് പിടിച്ചെറിഞ്ഞിരുന്നു. എന്നാൽ ഈ സീസൺ IPL-ൽ അങ്ങനെയൊന്നും നാം കണ്ടില്ല. ഇതുവരെ 7 മത്സരങ്ങളിൽ 5-ലും 200 റൺസിലധികം പഞ്ചാബ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് മാത്രമാണ് പഞ്ചാബിന് മുന്നിലുള്ളത്. ബാറ്റർമാരുടെ മികച്ച പെർഫോമൻസ് പലപ്പോഴും അവരുടെ ബൗളിംഗ് ദൗർബല്യം മറച്ചുപിടിക്കുകയായിരുന്നു എന്നതാണ് സത്യം. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുള്ള RCB ഇക്കണോമിയിലും വിക്കറ്റ് നേട്ടത്തിലുമെല്ലാം പഞ്ചാബിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. സ്പിൻ ഡിപ്പാർട്ട്മെന്റും അവസരത്തിനൊത്ത് ഉയരാത്തതും തിരിച്ചടിയാകുന്നു. ഇതുവരെ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 7 വിക്കറ്റ് മാത്രമാണ് യുസ്വേന്ദ്ര ചഹലിന് നേടാനായത്. മധ്യ ഓവറുകളിൽ ചഹൽ പരാജയപ്പെടുന്നത് എതിരാളികൾ വലിയ ടോട്ടലിലേക്ക് പോകുന്നതിന് കാരണമാകുന്നു. അതേസമയം വിജയ്കുമാർ വൈശാഖിന് പകരം ഇന്നലെ കളത്തിലിറങ്ങിയ ഹർപ്രീത് ബാർ മികച്ച പെർഫോമൻസാണ് പുറത്തെടുത്തത്. എല്ലാവരും എക്സ്പെൻസീവ് ആയപ്പോൾ 4 ഓവറിൽ 25 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. വരും മത്സരങ്ങളിൽ പഞ്ചാബിൻ്റെ പ്രതീക്ഷയും ഈ ലെഗ് സ്പിന്നറിലാണ്. ഈ ഞായറാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് പഞ്ചാബ് കിങ്സിൻ്റെ അടുത്ത മത്സരം. ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച പഞ്ചാബ് ഇക്കുറി കിരീടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കിരീടത്തിലേക്കുള്ള ദൂരത്തിൽ ഒരു പാളിച്ചയും പാടില്ലെന്ന് സ്വയം തിരിച്ചറിയാൻ പഞ്ചാബിനുള്ള അവസരമാണിത്.